ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ അശ്വിൻ കണക്കറ്റ ചീത്ത പറയണേ. എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വന്നാൽ അതിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ വളരെ ഭീകരമായിരിക്കും. മരണം വരെ അവർക്കത് സഫർ ചെയ്യേണ്ടി വരും. മൈൻഡ് ഇറ്റ്. എന്തുദ്ദേശിച്ചാണ് നീ ലാവണ്യേനെ പറ്റിയിട്ട് എൻ്റെ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുത്തത്? അതുവരെ എന്തിനാണ് ചീത്ത പറയുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ലാവണ്യേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടോ. അവരുടെ റിലേഷനെ പറ്റിയിട്ട് പറയാൻ നിനക്കാരടി പെർമിഷൻ തന്നത്? മുത്തശ്ശി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാതെ വിചാരിക്കാൻ നിന്നോട് ആരടി പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലാതെ എന്നെ പറ്റി വിചാരിക്കാനും അത് മറ്റുള്ളവരോട് വിളമ്പാനും ഹൂ ദ ഹെൽ ആർ യു എന്ന് ചോദിക്കുകയാണ് കേട്ടോ ശ്രുതിയോട്. നീ എന്താ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? നിന്നെ പോലെ ലോ പ്രൊഫൈലുള്ള ഒരാളാണെന്നോ? നിന്നെപ്പോലെ ഉള്ള ഒരു പെണ്ണിനെ ജോലിക്ക് വെച്ചതാണ് എൻ്റെ പ്രശ്നം. നീ ഇവിടെ തുടരുന്നത് പോലും ഞാൻ തരുന്ന ഭിക്ഷയാണെന്ന് കരുതിക്കൊള്ളണം. എത്ര ധൈര്യത്തിലാണ് നീ എൻ്റെ മുത്തശ്ശിയോട് വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞത്? ഇനി എങ്ങാണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ നേർക്ക് നീ വന്നാൽ ഐ വിൽ ഷോ യു എന്ന് പറയാണ് കേട്ടോ അശ്വിൻ. നിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഒരു പണച്ചാക്കിനെ വലയിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമല്ലേ നിനക്ക്? അതുകൊണ്ടാണ് നീ എൻ്റെ മുത്തശ്ശിയോട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തതെന്ന് പറയുമ്പോൾ, സാർ എന്തൊക്കെയായി പറയുന്നത്? അല്പം കൂടി മാന്യത പറയുമ്പോൾ ഷട്ടപ്പ് എന്ന് പറയാണ് കേട്ടോ അശ്വിൻ. അത് കേട്ട് സ്റ്റാഫുകളൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. നീ എന്നെ മാന്യത പഠിപ്പിക്കാൻ വരുന്നോ? അതെന്താന്ന് ആദ്യം നീ പഠിക്ക്. നിന്നെപ്പോലെ ചീപ്പായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരാളെ ഈ ഓഫീസിൽ തുടരാൻ അനുവദിക്കുന്നത് തന്നെ ഒരു തെറ്റാണ്. കോൺട്രാക്റ്റിൽ നിനക്ക് ജോലി ഉണ്ടാകും, അത് ഇവിടെ തന്നെ ആവണം നിർബന്ധമില്ല. ഇനി മുതൽ നിൻ്റെ ഈ തിരുമോന്ത എനിക്ക് കാണണ്ട. ഇനി മുതൽ നിനക്ക് മെയിൻ്റെനൻസ് നടക്കുന്ന ഗസ്റ്റ് ഹൗസിലാണ് പണി എന്ന് പറയാണ് കേട്ടോ അശ്വിൻ. അവിടെ നടക്കുന്ന എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് എനിക്ക് പെട്ടെന്ന് കിട്ടണം, വിത്തിൻ 1 hour. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടി നീ ഇങ്ങോട്ട് എഴുന്നള്ളണം എന്നില്ല, ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. അങ്ങനെ ശ്രുതിയെ ഗെറ്റ് ഔട്ട് അടിച്ച് പറഞ്ഞു വിടണേ. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗസ്റ്റ് ഹൗസിലെത്തുന്ന ശ്രുതിയെയാണ്. അവിടെ ഒരു പണിക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഞാൻ ഹെഡ് ഓഫീസിൽ നിന്ന് വരികയാണ്, ഈ സൂപ്പർവൈസർ കുമാർ സാർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, കുമാർ സാർ ഇവിടെ എവിടെയെങ്കിലും കാണും, ചിലപ്പോൾ എഞ്ചിനീയർ സാറിൻ്റെ അടുത്ത് കാണും, എന്താ വേണ്ടതെന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, ഞാൻ ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടതാണ്, ഇൻവെൻട്രി ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടതാണ് എന്നെ എന്ന് പറയുമ്പോൾ, അതൊക്കെ കുമാർ സാർ തന്നെ ഉള്ളപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞാണല്ലോ എന്ന് പറയാൻ കേട്ടോ പണിക്കാരൻ. ആ ഫയൽ അവരുടെ ടേബിളിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്ന് അത് ചെക്ക് ചെയ്യാണ് കേട്ടോ. പറഞ്ഞ പോലെ എല്ലാം ഇതിലുണ്ടല്ലോ, പിന്നെ എന്തിനാ കടലമുട്ടായി എന്നെ പറഞ്ഞയച്ചത്? ചെയ്ത ജോലി തന്നെ വീണ്ടും ചെയ്യിപ്പിക്കാനായിരിക്കും എന്ന് പറയാണ് കേട്ടോ ശ്രുതി. എന്തായാലും കടലമുട്ടായി ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ അശ്വിനെ. ഹലോ, ഇത് ഞാനാണ് ശ്രുതി ലക്ഷ്മി എന്ന് പറയുമ്പോൾ, നിന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചാലും എനിക്ക് സമാധാനം തരില്ല എന്നാണോ? എന്തിനാ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, സാർ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ സാർ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ജോലി ഇവിടെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ആ ഫയൽ എനിക്ക് വേണ്ട. ആ ഫയൽ ക്യാൻസൽ ചെയ്തിട്ട് നീ അതിലുള്ള കാര്യം 1 എന്ന് തുടങ്ങണം. അത് പൂർത്തിയാകുന്നത് വരെ നീ അവിടെ വേണമെന്ന് തന്നെ പറയണേ അശ്വിൻ. അയ്യോ പക്ഷേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ അശ്വിൻ. ഇയാളിത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുകയാണ് ശ്രുതി ലക്ഷ്മി. അപ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. വേണ്ട ശ്രുതി വേണ്ട, നീ ഒരു പ്രശ്നത്തിന് പോവരുത്. നിന്നെ എങ്ങനെയെങ്കിലും ദേഷ്യം പിടിപ്പിച്ച് ഈ ജോലി രാജിവെക്കാൻ അയാൾ പഠിച്ച പണി 18 നോക്കും. അതുകൊണ്ട് കൂൾ ഡൗൺ ശ്രുതി എന്ന് തന്നെ ആശ്വസിക്കുകയാണ് കേട്ടോ ശ്രുതി. എന്തായാലും കുമാർ സാറിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ ശ്രുതി. തുടർന്ന് അശ്വിനെ ആകാശ് വിളിക്കുകയാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും കുമാർ വിളിച്ചിരുന്നു. ഏട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. സ്ട്രക്ചറിനെ പറ്റിയിട്ട് എഞ്ചിനീയർ ഡിസ്കസ് ചെയ്തത് എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. കുമാറിന് ഏട്ടനോട് സീരിയസ് ആയിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, തിരക്കൊഴിഞ്ഞ് ഞാൻ കുമാറിനെ വിളിച്ചോളാം എന്ന് പറയാൻ കേട്ടോ ആകാശിനോട്. തുടർന്ന് ശ്രുതി കൺസ്ട്രക്ഷൻ സൈറ്റിലെ മുകളിലേക്ക് പോകും തോറും ഓരോരോ പലകയായിട്ട് അവളുടെ ദേഹത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അവൾ കുമാർ സാറിനെ തേടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് കുമാറിനോട് എഞ്ചിനീയർ പറയുന്നുണ്ട്, ഈ റൂഫിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് കഴിയാതെ മുകളിലേക്കുള്ള പണി നടത്തുന്നത് അപകടമാണ്. കൂടാതെ ബിൽഡിംഗ് ഒരു വശത്തേക്ക് ഇരുന്നിട്ടുമുണ്ടെന്ന് പറയുമ്പോൾ, മനസ്സിലായി സാർ, മെയിൻ ഓഫീസിൽ നിന്ന് അവരൊന്നും പറയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ കുമാർ.
അപ്പോൾ എൻജിനീയർ പറയുന്നുണ്ട്, ഇതിനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണോ? പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ MDയോട് പറ. സാർ, ഞാനതിന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആകാശ് സാർ അശ്വന്ത് സാറെ വിളിച്ചോളാന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് പറയുകയാണേ. കുമാർ എന്തായാലും വേഗം വേണം, അതുവരെ പണിക്കാരെ ഒന്നും മുകളിലേക്ക് വിടരുത് എന്ന് കർശനമായിട്ട് പറയാണ് കേട്ടോ എൻജിനീയർ. ഇതൊന്നും അറിയാതെ ശ്രുതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുമാർ സാർ എന്ന് വിളിച്ചിട്ട്. തുടർന്ന് അശ്വിൻ്റെ വീട്ടിലേക്ക് ലാവണ്യ വരികയാണ്. അങ്ങനെ ലാവണ്യ വീടൊക്കെ നോക്കി ഇങ്ങനെ പോകുമ്പോൾ രാമൻ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ കൂട്ടിമുട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് രാമൻ്റെ കയ്യിലുള്ള വെള്ളം തട്ടിമറിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ മിസ്റ്റർ, കണ്ണ് കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ കുഞ്ഞ്, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണേ. കണ്ണ് കണ്ടൂടെ കിളവാ തനിക്ക്? എവിടെ നോക്കിയാൽ നടക്കുന്നത്? എൻ്റെ ഡ്രസ്സ് മുഴുവൻ നശിപ്പിച്ചല്ലോ എന്ന് പറയാൻ കേട്ടോ ലാവണ്യ. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, അത് സാരമില്ല കുട്ടി, പൂജയ്ക്ക് എടുത്ത വെള്ളമാണ്, അതിൽ അഴുക്കോ ചെളിയോ ഒന്നും ഉണ്ടാവില്ല, അത് ഉണങ്ങുമ്പോൾ മാറിക്കോളൂ എന്ന് പറയണേ. ഇങ്ങോട്ട് വന്ന് മുട്ടിയതും പോരാ, പിന്നെയും നിന്ന് ന്യായീകരിക്കുന്നു, യു ഫൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യ അവിടെ ചെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശി വരികയാണ്. മുത്തശ്ശിയെ കണ്ടതും ലാവണ്യ എണീറ്റ് വന്ന് വാവ് മുത്തശ്ശി എന്ന് പറയുമ്പോൾ, വാവ് മുത്തശ്ശിയല്ല, കുഞ്ഞൻ്റെ അല്ല, അശ്വിൻ്റെ മുത്തശ്ശിയാണ്, സുഭദ്ര എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മുത്തശ്ശി. മുത്തശ്ശിക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണെങ്കിൽ നിൻ്റെ പേര് ലാവണ്യ എന്ന് തന്നെ ആവണം എന്ന് പറയാണ് കേട്ടോ മുത്തശ്ശി. നൈസ് ടു മീറ്റ് യു മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ലാവണ്യ കൈയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ. ലാവണ്യ നമസ്കാരം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പുന്നുണ്ട്. അപ്പം നിനക്ക് മലയാളമൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ, യാ ഷുവർ, എനിക്ക് മലയാളമൊക്കെ അറിയാമെന്ന് പറയാണ് കേട്ടോ ലാവണ്യ. മുത്തശ്ശി എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അത് പറയാം, നീ വന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാൻ കേട്ടോ മുത്തശ്ശി. തുടർന്ന് ലാവണ്യ, എനിക്ക് ഈ വീടും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അശ്വിൻ സാറിൻ്റെ മേൽനോട്ടത്തിലാവുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വീട്ടിലേക്ക് വരുമ്പോൾ, അതും ആദ്യമായിട്ട് വരുമ്പോൾ മാന്യമായ വേഷത്തിൽ വരുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയാൻ കേട്ടോ മുത്തശ്ശി. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഇതിപ്പോഴത്തെ ട്രെൻഡാണ്, ഞാൻ തന്നെ ഡിസൈനിങ് ചെയ്തതാണ്, ഇത് പൊളിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇത് പൊളിയല്ല, തല്ലിപ്പൊളി എന്നാണ് എൻ്റെ അഭിപ്രായം, അതിൽ നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോറി, മുത്തശ്ശിക്ക് ഇത് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ അടുത്ത തവണ വരുമ്പോൾ വല്ല ചുരിദാറോ ഫ്രോക്കോ അതും അല്ലെങ്കിൽ നല്ല പട്ടുസാരി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതോ എടുത്തിട്ട് വരാമെന്ന് പറയണേ. എന്തുകൊടുത്താലും വരുന്നത് നീ തന്നെയാണല്ലോ, വസ്ത്രം മാറ്റി കൊടുക്കാം, സംസ്കാരം അത് ശീലിച്ചാലേ വരൂ എന്ന് പറയാണ് കേട്ടോ മുത്തശ്ശി. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, ലാവണ്യയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടിട്ട് ഈ ലാട ഒന്ന് ഊരി വെച്ചിട്ട് വരാവോ എന്ന് ചോദിക്കുകയാണേ. സോറി മുത്തശ്ശി പറഞ്ഞിട്ട് ലാവണ്യ പോയി ഊരി വെക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി പൂജയ്ക്ക് പോകുന്ന സമയത്ത്, എന്താ മുത്തശ്ശി കാണണം എന്ന് പറഞ്ഞ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, പറയാം, ഈ പൂജ ഒന്ന് കഴിഞ്ഞോട്ടെ, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ല നേരത്തെ പോയിട്ട് നിൻ്റെ വീട്ടിൽ ഒരു കാര്യമില്ലല്ലോ സാധിക്കാമെന്ന് ചോദിക്കുകയാണേ. ഇതൊന്നും നമ്മുടെ ലാവണ്യക്ക് തീരെ ബോധിക്കുന്നില്ല കേട്ടോ. തുടർന്ന് കുമാറിനോട് ഒരു പണിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, സാർ സീലിംഗ് ഒക്കെ പൊളിഞ്ഞു വീഴാൻ തുടങ്ങി, ഇനി അവിടെ നിന്ന് പണി എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണേ. അപ്പോൾ കുമാർ പറയാണ്, ഇന്ന് ആ ഭാഗത്തെ എല്ലാ ലേബേഴ്സിനോടും പണി നിർത്തിവെച്ച് പുറത്തിറങ്ങാൻ പറ. ശരി സാർ, ഇന്ന് ആ ഭാഗത്ത് പണിയെടുക്കാത്തതാണ് നല്ലത്, ചിലപ്പോൾ 1-2 മണിക്കൂറിനുള്ളിൽ ആ ഭാഗം പൊളിഞ്ഞു വീഴാനാണ് സാധ്യത എന്ന് പറയാൻ കേട്ടോ ആ പണിക്കാരൻ. എന്തായാലും അശ്വിൻ സാറെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, സാർ എന്താ പറയുന്നത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അശ്വിനെ വിളിക്കുകയാണ് കുമാർ. പക്ഷേ അശ്വിൻ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ആ പണിക്കാരൻ പോകുന്നതിന് മുൻപേ കുമാറിനോട് പറയുന്നുണ്ട്, ഇവിടെ സാറിനെ അന്വേഷിച്ചു ഹെഡ് ഓഫീസിൽ നിന്നൊരു പെൺകുട്ടി വന്നിരുന്നു എന്ന് പറയുമ്പോൾ, എന്നെ അന്വേഷിച്ചോ, എന്നിട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കാണാനില്ല എന്ന് പറയാൻ കേട്ടോ ആ പണിക്കാരൻ. അതിപ്പോൾ ആരായിരിക്കും ഒരു പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കുമാർ. തുടർന്ന് ശ്രുതി മുകളിലേക്ക് കയറിപ്പോയി കുമാർ സാറിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഓരോരോ ഭാഗങ്ങളായിട്ട് പൊളിഞ്ഞു വീഴുന്നുമുണ്ട് കേട്ടോ. താഴെയാണെങ്കിൽ കുമാറും എൻജിനീയറും ലേബേഴ്സും ഒക്കെ കൂടി പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ വീട് പൂട്ടുന്നുണ്ട്. ശ്രുതി ഉള്ളിലുള്ളതായിട്ട് അവർക്ക് അറിയുന്നില്ല കേട്ടോ. ശ്രുതി താഴെ ഇറങ്ങി വരുമ്പോഴേക്കും ആ വീട് പൂട്ടിയിട്ടുണ്ടാകും. അവൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. സാർ ധാര പൂട്ടിയ സാർ കുമാർ സാർ എന്ന് വിളിക്കുകയാണ് കേട്ടോ.